ഫെബ്രുവരി 11 ബുധനാഴ്ച. മാർക്കോസ് 7:14 മുതൽ 23 വരെ വാക്യങ്ങൾ. ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ദിനം. 1858 ഫ്രാൻസിലെ ലൂർദ് എന്ന ചെറിയ പട്ടണത്തിൽ പരിശുദ്ധ കന്യാമറിയം പ്രത്യക്ഷപ്പെട്ടത് കത്തോലിക്ക ഭക്തിയിൽ ഒരു വഴിത്തിരിവായി. അവിടെയുള്ള ഗേവ് നദിക്കരയിലുള്ള ഒരു ഗ്രോട്ടയ്ക്കു സമീപം മറിയം പ്രാർത്ഥന, പരിവർത്തനം, വിനയം എന്നിവയെ കേന്ദ്രീകരിച്ചുള്ള സന്ദേശങ്ങൾ ബെർണഡറ്റ് സൗബിറസ് എന്ന പെൺകുട്ടിക്ക് നൽകി. 18 പ്രാവശ്യം മാതാവ് അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. ഒരു പ്രത്യക്ഷീകരണത്തിനിടെ കന്യക തന്നെ അമലോത്ഭവ മാതാവായി പ്രഖ്യാപിച്ചു. ഇത് സഭാ അധികാരികളെ ആഴത്തിൽ സ്വാധീനിക്കുകയും ലോകമെമ്പാടുമുള്ള മരിയൻ ഭക്തിയെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം ലൂർദ് അതിവേഗം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കത്തോലിക്ക തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായി മാറി. രോഗശാന്തിയുടെ നിരവധി വിവരണങ്ങളുമായി ഇന്ന് ലൂർദ് ബന്ധപ്പെട്ടിരിക്കുന്നു. അവിടെ നടക്കുന്ന ഓരോ രോഗശാന്തിയും സഭാധികാരികൾ ശ്രദ്ധാപൂർവം പരിശോധിക്കുകയും ചെയ്യുന്നു. രോഗികൾക്കും മറ്റു പല ആവശ്യങ്ങളിൽ ആശ്വാസം തേടുന്നവർക്കും ലൂർദ് എപ്പോഴും സ്വാഗതം ചെയ്യുന്നു. ലൂർദ് മാതാവിൻ്റെ സന്ദേശം കഷ്ടപ്പാടുകൾ അവസാനിപ്പിക്കുന്നതല്ല, മറിച്ച് പ്രാർത്ഥനയിലൂടെയും വിശ്വാസത്തിലൂടെയും പ്രത്യാശ, അനുകമ്പ, ആത്മീയ നവീകരണം എന്നിവ നൽകുന്നു. ഫെബ്രുവരി 11 ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. മാതാവ് ആദ്യം പ്രത്യക്ഷപ്പെട്ട ആ ദിനത്തെ അത് അനുസ്മരിപ്പിക്കുന്നു. മരിയൻ ഭക്തിയുടെ ആഴമായ ആത്മീയ പ്രാധാന്യത്തെ ഇതെടുത്ത് കാണിക്കുന്നു. രോഗികൾക്കായുള്ള പ്രാർത്ഥനയുമായി ഇന്നേ ദിനം ബന്ധപ്പെട്ടിരിക്കുന്നു. കഷ്ടപ്പാടുള്ളവരോടുള്ള അനുകമ്പ, ഈ മരിയഭക്തി തീർച്ചയായിട്ടും ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നു. ആശ്വാസം, ആത്മീയ രോഗശാന്തി എന്നിവ തേടി ലൂർദ് മാതാവിലേക്ക് തിരിയാൻ ഈ ദിനം വിശ്വാസികളെ ക്ഷണിക്കുന്നു. തലമുറകളിലുടനീളം പ്രാർത്ഥന, വിനയം, വിശ്വാസം എന്നിവയ്ക്ക് പ്രചോദനം നൽകുന്നതാണ് ലൂർദിൻ്റെ സന്ദേശം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ജനക്കൂട്ടത്തെയും ശിഷ്യന്മാരെയും അഭിസംബോധന ചെയ്യുന്നു. ഒരു വ്യക്തിയെ യഥാർത്ഥത്തിൽ മലിനമാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വെളിച്ചം വീശുന്നു. അത് ഒരു വ്യക്തിയെ മലിനമാക്കുന്നത് ബാഹ്യപ്രവൃത്തികളോ പുറത്തുനിന്ന് ശരീരത്തിൽ പ്രവേശിക്കുന്ന കാര്യങ്ങളോ അല്ല, മറിച്ച് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണെന്ന് യേശു ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ദുഷ്ടചിന്തകളും പ്രവൃത്തികളും ഉദ്ദേശ്യങ്ങളുമാണ് അവരെ മലിനമാക്കുന്നത്. അതിനാൽ വിശുദ്ധിയുടെയും മലിനതയുടെയും കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും ആന്തരിക അവസ്ഥയാണ് കണക്കിലെടുക്കേണ്ടത്. ബാഹ്യ ആചാരങ്ങളിലോ ഭാവങ്ങളിലോ അമിതമായ പ്രാധാന്യം നൽകുന്നതിന് പകരം ഒരാളുടെ ആന്തരിക സ്വത്വത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട പ്രാധാന്യം ഈ പഠിപ്പിക്കൽ ഊന്നി പറയുന്നു. ഹൃദയത്തിൻ്റെ അവസ്ഥ എന്ന മൂലകാരണത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരാൾക്ക് ആത്മീയ വിശുദ്ധിയും യഥാർത്ഥത്തിൽ കൈവരിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ശുദ്ധമായ ഹൃദയവും മനസ്സും വളർത്തിയെടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ദൈവത്തിന് പ്രസാദകരവും അവൻ്റെ ഇഷ്ടത്തിന് അനുസൃതമായ ഒരു ജീവിതം നയിക്കാൻ നമുക്കിടവരട്ടെ. എല്ലാവർക്കും
ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട്, അതുപോലെ തന്നെ രോഗശാന്തി നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.